പെരുന്നാളിൻ്റെ അന്നൊരു മധുരം മസ്റ്റാണില്ലേ? എല്ലാവർക്കും അത് ഫുഡ് കഴിച്ചതിൻ്റെ ശേഷമായിരിക്കും. പക്ഷേ എനിക്കത് പള്ളിയിൽ നിന്ന് തിരിച്ചു വന്ന ഉടനെ ഒരു മധുരമാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത് നല്ല അടിപൊളിയൊരു ഡെസേർട്ടാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ ഇത് കഴിക്കാണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്ന ഒരു മസ്റ്റ് ട്രൈ ആണെന്ന് ഞാൻ പറയും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയല്ലേ. ആദ്യം തന്നെ ഒരു കപ്പ് പാലൊന്ന് ചൂടാക്കി എടുക്കുക. പാൽ ചൂടായി വരുമ്പോൾ ഞാനതിലേക്ക് 3 ചീസ് സ്ലൈസ് ചേർത്ത് കൊടുത്തു കേട്ടോ. അതൊന്ന് തിളച്ച് വന്നാൽ പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്ത പാലാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നല്ലോണം അതൊന്ന് തിക്കാക്കി എടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ ഇവിടെ ഫിലോ ഷീറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഫിലോ ഷീറ്റ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ സ്പ്രിങ് റോളിൻ്റെ ഷീറ്റില്ലേ അതിലും ചെയ്തെടുക്കുക കേട്ടോ. അതിൽ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് വേണമെങ്കിൽ നിങ്ങൾ ബേക്ക് ചെയ്യുന്ന ട്രേയിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എനിക്കിങ്ങനെ റോൾ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് എല്ലാതും അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എല്ലാതും അങ്ങനെ ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് അതിന് മുകളിലായിട്ട് കുറച്ച് മെൽറ്റഡ് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നോൺ സാൾട്ടഡ് ആട്ടാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ ശേഷം ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ബേക്ക് ചെയ്തെടുത്താൽ ഒരു ചൂടോടെ തന്നെ നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ആ പാലിൻ്റെ മിക്സിലൊന്നും ഷുഗർ ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ. അതിൻ്റെ ശേഷം എന്താ ഡെക്കറേഷന് കുറച്ച് റോസ് പെറ്റൽസും പിസ്താഷ്യോ പൗഡറൊക്കെ ഇട്ട് അങ്ങോട്ട് കഴിക്കുക. ഭയങ്കര ക്രീമിയാണ്, പുറം ഭാഗം ഭയങ്കര ക്രഞ്ചി ആയിട്ട് നല്ല അടിപൊളി ഡെസേർട്ടാട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്.